രാഹുൽ ഗാന്ധിയെ വിട്ട് തമിഴ്നാട്ടിൽ സ്വതന്ത്രമായി നിൽക്കാനുള്ള ഓഫറാണ് കോൺഗ്രസിന് വിജയുടെ പാർട്ടിയായ തമിഴക വെട്രി കഴകം എന്ന ടിവിക്ക് നൽകിയത്. വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പ്രതീക്ഷിക്കുന്നതിലപ്പുറം സീറ്റും ജയിച്ചാൽ മന്ത്രിസ്ഥാനങ്ങളുമാണ് കോൺഗ്രസിന് മുന്നിൽ വിജയുടെ പാർട്ടി വെച്ചത്. എന്നാൽ ആ ഓഫറുകൾ ചവിട്ടി വെളിയിൽ കളഞ്ഞ തമിഴ്നാട് കോൺഗ്രസ് തങ്ങൾ രാഹുൽ ഗാന്ധിയുടെ പിന്നിൽ അണിനിരക്കുമെന്ന് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. നേരത്തെ തമിഴ്നാട് നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി ടിവികെയുമായി സഖ്യമുണ്ടാക്കാൻ കോൺഗ്രസിന് ക്ഷണവുമായി വിജയുടെ പിതാവും സംവിധായകനുമായ എസ് എ ചന്ദ്രശേഖർ രംഗത്തെത്തിയിരുന്നു. ഇതിനുള്ള മറുപടി ഓൺ ദി സ്പോട്ടിൽ നൽകിയ കോൺഗ്രസ് വിജയുടെ ബൂസ്റ്റ് ആവശ്യമില്ലെന്ന പരിഹാസത്തോടെ ക്ഷണം തള്ളിക്കളയുകയായിരുന്നു. തമിഴ്നാട് കോൺഗ്രസ് അധ്യക്ഷൻ കെ സെൽവപ്പെരുന്തൈകയാണ് വിജയുടെ പിതാവിനെ ആട്ടിപ്പായിച്ചത്. കോൺഗ്രസിന് തമിഴ്നാട്ടിൽ വലിയ പാരമ്പര്യമുണ്ടെന്നും എന്നാൽ ഇപ്പോൾ പ്രസക്തി കുറഞ്ഞു വരികയാണെന്നുമായിരുന്നു ചന്ദ്രശേഖർ പറഞ്ഞത്. കോൺഗ്രസിനെ പഴയ പ്രതാപത്തിലേക്ക് തിരികെ കൊണ്ടുവരാൻ വിജയ് പിന്തുണ നൽകാൻ തയ്യാറാണെന്നും ഈ അവസരം കോൺഗ്രസ് ഉപയോഗിക്കണമെന്നുമാണ് ചന്ദ്രശേഖർ പറഞ്ഞത്. നേതാവായ രാഹുൽ ഗാന്ധി ആവശ്യത്തിന് ബൂസ്റ്റും ഹോർലിക്സും ബോൺവീറ്റയും നൽകുന്നുണ്ട്. അതിനാൽ അണികൾക്ക് വിജയുടെ ബൂസ്റ്റ് വേണ്ടെന്ന് കോൺഗ്രസ് അധ്യക്ഷൻ പരിഹാസത്തോടെ വ്യക്തമാക്കി കഴിഞ്ഞു. നിലവിൽ DMK സഖ്യത്തിലാണ് കോൺഗ്രസെങ്കിലും സീറ്റ് വിഭജനത്തെ ചൊല്ലിയും ഭരണപങ്കാളിത്തത്തെ ചൊല്ലിയും ഇരു പാർട്ടികളും തമ്മിൽ അസ്വാരസ്യങ്ങൾ നിലനിൽക്കുന്നുണ്ട്. 35 സീറ്റുകൾ കോൺഗ്രസ് ആവശ്യപ്പെടുമ്പോൾ 19 സീറ്റുകൾ മാത്രമേ നൽകൂ എന്ന നിലപാടിലാണ് DMK. ഈ ഗ്യാപ്പിൽ കോൺഗ്രസിനെ തങ്ങളുടെ പാളയത്തിൽ എത്തിക്കാൻ സാധിക്കുമെന്നാണ് ടിവിക്ക് വിശ്വസിച്ചത്. എന്നാൽ DMKയ്ക്കൊപ്പം നിൽക്കുമെന്നും രാഹുൽ ഗാന്ധി പറയുന്നതിന്റെ അപ്പുറത്തേക്ക് വാക്കില്ലെന്നുമാണ് കോൺഗ്രസ് ചൂണ്ടിക്കാട്ടുന്നത്. വിജയുടെ പാർട്ടി കോൺഗ്രസിന് 60 സീറ്റുകളും ഭരണത്തിൽ പങ്കാളിത്തവും വാഗ്ദാനം ചെയ്തതായി സൂചനകളുണ്ട്. എങ്കിലും ഔദ്യോഗികമായി വിജയോ അദ്ദേഹത്തിന്റെ പാർട്ടിയോ ഇക്കാര്യത്തിൽ പ്രതികരിച്ചിട്ടില്ല. തമിഴ്നാട് തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ DMK സഖ്യം വിട്ട് കോൺഗ്രസ് വിജയ്ക്കൊപ്പം ചേരുമോ എന്നാണ് രാഷ്ട്രീയ ലോകം ഉറ്റുനോക്കുമ്പോഴാണ് തീരുമാനം രാഹുൽ ഗാന്ധിക്ക് തമിഴ്നാട് കോൺഗ്രസ് വിട്ടിരിക്കുന്നത്. BJPയും ADMKയും നൽകിയ വമ്പൻ ഓഫറുകൾ തട്ടിക്കളഞ്ഞുകൊണ്ടാണ് വിജയ് തമിഴ്നാട് കോൺഗ്രസിന് കൈകൊടുക്കാൻ തീരുമാനിച്ചത്. കോൺഗ്രസ് നേതാവും ഓൾ ഇന്ത്യ പ്രൊഫഷണൽ കോൺഗ്രസ് അധ്യക്ഷനുമായ പ്രവീൺ ചക്രവർത്തിയാണ് ഇവിടെ ഇടനിലക്കാരനായി നിന്നത്. തമിഴ്നാട്ടിൽ നേരിട്ടെത്തിയ പ്രവീൺ ചക്രവർത്തിയുമായി TVK നേതാവ് വിജയ് കൂടിക്കാഴ്ച നടത്തിയിരുന്നു. വിജയുടെ ചെന്നൈ പട്ടിണംപാക്കത്തെ വസതിയിലായിരുന്നു കൂടിക്കാഴ്ച. രാഹുൽ ഗാന്ധിയുമായി അടുപ്പമുള്ള പ്രവീൺ ചക്രവർത്തി വിജയെ കണ്ടത് വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സഖ്യം രൂപീകരിക്കാനുള്ള സാധ്യത തേടിയാണെന്ന റിപ്പോർട്ടും പുറത്തുവന്നിരുന്നു. രാഹുൽ ഗാന്ധി നേരത്തെയും വിജയുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു. ഇതിന്റെ ബാക്കിയായി നടന്ന ചർച്ചകളാണ് ഇപ്പോൾ വിജയത്തിലെത്തിക്കാൻ വിജയ്ക്ക് സാധിച്ചത്. തിരുച്ചിറപ്പള്ളിയിൽ കോൺഗ്രസ് വക്താവും മുതിർന്ന നേതാവുമായ തിരുച്ചി വേലുസ്വാമിയുമായി വിജയുടെ പിതാവ് എസ് എ ചന്ദ്രശേഖറും കൂടിക്കാഴ്ച നടത്തുകയും ചെയ്തു. സ്വകാര്യ ചടങ്ങിന് ശേഷം ഒരേ കാറിൽ തിരുവാരൂരിലേക്ക് പുറപ്പെട്ട ഇരുവരും 4 മണിക്കൂറോളമാണ് ചർച്ച നടത്തിയത്. എന്നാൽ ഇക്കാര്യങ്ങളെക്കുറിച്ച് DMK പ്രതികരിച്ചിട്ടില്ല. നിയമസഭാ തെരഞ്ഞെടുപ്പിലെ സീറ്റ് സംബന്ധിച്ച് കോൺഗ്രസ് സമിതി കഴിഞ്ഞ ദിവസം DMK അധ്യക്ഷൻ NK സ്റ്റാലിനുമായി ചർച്ച നടത്തിയിരുന്നു. കോൺഗ്രസ് TVKയുമായി കൈകൊടുത്താൽ തമിഴ്നാട്ടിൽ DMK കോൺഗ്രസ് സഖ്യം തകരുമെന്ന കാര്യത്തിൽ തർക്കമില്ല. രാഹുൽ ഗാന്ധിയുമായി ഏറെ ചേർന്ന് നിൽക്കുന്ന നേതാവാണ് മുഖ്യമന്ത്രി MK സ്റ്റാലിൻ. സ്റ്റാലിനെ കൈവിട്ട് വിജയ്ക്ക് കൈകൊടുക്കാൻ രാഹുൽ ഗാന്ധി എന്തായാലും തയ്യാറാകില്ല. നേരത്തെ ആരാധക സംഘമായ വിജയ് മക്കൾ ഇയക്കം 2021 തദ്ദേശ തെരഞ്ഞെടുപ്പുകളിൽ സ്വതന്ത്ര സ്ഥാനാർത്ഥികളെ നിർത്തിയിരുന്നു. അവർക്ക് ശ്രദ്ധേയമായ വിജയം നേടാനും കഴിഞ്ഞതോടെ പരീക്ഷണം ഫലം കണ്ടുവെന്നാണ് വിലയിരുത്തുന്നത്. ഇതോടെയാണ് TVKയുമായി രാഹുൽ ഗാന്ധി കൈകൊടുക്കാനുള്ള സാധ്യതകൾ കാണുന്നത്. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ 169 സ്ഥാനാർത്ഥികളിൽ 129 പേരും വിജയിച്ചിരുന്നു. രാഷ്ട്രീയ ഇടപെടലുകൾക്കായി തന്റെ ആരാധകരെ അണിനിരത്താനുള്ള വിജയുടെ കഴിവുകൂടിയാണ് ഈ വിജയം കാണിച്ചതെന്നത്. ഇതോടെ BJP അടക്കമുള്ള പാർട്ടികൾ വിജയെ കൂടെ കൂട്ടാൻ തയ്യാറെടുത്തിരുന്നു. എന്നാൽ തല പോയാലും BJPയുമായി കൂടില്ലെന്ന വിജയുടെ നിശ്ചയദാർഢ്യമാണ് പിന്നീട് കണ്ടത്. അടിത്തട്ടിലുള്ള പിന്തുണയുടെ ആവശ്യകതയെക്കുറിച്ച് വിജയ്ക്ക് നന്നായി അറിയാമെന്നാണ് ഈ പ്രാരംഭ മുന്നേറ്റം സൂചിപ്പിക്കുന്നത്. എന്തായാലും നിലവിൽ പന്ത് രാഹുൽ ഗാന്ധിയുടെ കോർട്ടിലാണ്. അന്തിമ തീരുമാനം ഡൽഹിയിൽ നിന്ന് വരുന്നതും കാത്തിരിക്കുകയാണ് വിജയും പാർട്ടിയായ TVKയുമെന്നും കാണാൻ സാധിക്കും.